തൃശ്ശൂർ എടുക്കല്ല ചെയ്ത ഹൃദയം കൊണ്ട് തൃശ്ശൂരുകാർ സുരേഷ് ഗോപിക്ക് കൊടുത്തു. തൃശ്ശൂർ വിജയത്തെ എങ്ങനെ കാണുന്നു? ചരിത്ര വിജയമാണ്. വളരെ വർഷങ്ങളുടെ ഞങ്ങളുടെ കാത്തിരിപ്പിന് കഠിനാധ്വാനത്തിന് ഫലമുണ്ടായിരിക്കുകയാണ്. ഓരോ വർഷങ്ങളായി ഇടതും വലതും ഞങ്ങൾക്ക് നേരെ ആക്ഷേപങ്ങൾ അധിക്ഷേപങ്ങൾ അതിനൊക്കെ ജനാധിപത്യ രീതിയിൽ പലിശ സഹിതം തൃശ്ശൂരിലെ ജനങ്ങളെ മറുപടി കൊടുത്തിരിക്കുകയാണ്. ഇത് ഇടതു വലത് കപട മുന്നണികളുടെ അവസാനമാണ്. ഇത് കേരളത്തിൽ ചരിത്രമാറ്റത്തിന് തുടക്കം കുറിക്കുന്ന വലിയ വിജയമായിട്ട് സുരേഷ് ഗോപിയുടെ വിജയം മാറും. വീരബലിദാനികളെ പടുത്തുയർത്തിയുള്ള പ്രസ്ഥാനമാണ് തൃശ്ശൂരിൽ ഭാരതീയ ജനതാ പാർട്ടി. ഈ NDA സഖ്യം ഈ വലിയ വിജയം ഇനി വരാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും വലിയ വിജയമായിട്ട് മാറുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഈ വിജയം തൃശ്ശൂരിലെ ജനങ്ങളുടെ വിജയമാണ്. സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്ത NDA സഖ്യത്തിന് വോട്ട് ചെയ്ത മുഴുവൻ ആളുകൾക്കും ഞങ്ങളുടെ ഹൃദയം പറിച്ചു കൊടുക്കുകയാണ്. ഈ നാട്ടിലെ വോട്ടർമാർക്ക് നന്ദി പ്രകാശിപ്പിക്കുകയാണ് ഞങ്ങൾ. ഇത് വലിയ ഒരു ആഘോഷമായി സുരേഷ് ഗോപിയെ വലിയൊരു ആഘോഷമായിട്ട് നാളെ തൃശ്ശൂര് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുകയാണ്. എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ ഞങ്ങൾ നന്ദി പ്രകാശിപ്പിക്കുന്നു. താമര പാടുമെന്ന് പറഞ്ഞ കോഴിമുട്ട കാണാനില്ല. കോഴിമുട്ട പോലെയാവും താമര പറഞ്ഞാൽ കോഴിമുട്ടയുടെ ചീമുട്ട ഏറ് അദ്ദേഹത്തിന് നല്ല ഒന്നാം തരം ചീമുട്ട കൊണ്ടുള്ള ഏറാണ് നാട്ടിലെ ജനങ്ങൾ കൊടുത്തിരിക്കുന്നത്. ആളുകൾ ഓടി രക്ഷപ്പെട്ടിരിക്കുകയാണ് ഈ കിങ്ങുണിക്കുട്ടൻ ഈ തൃശ്ശൂരിൽ നിന്ന്. മുരളീധരനെ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളിക്കൊണ്ട് തൃശ്ശൂരിലെ പ്രബുദ്ധരായിട്ടുള്ള വോട്ടർമാര് മറുപടി കൊടുത്തിരിക്കുകയാണ്. ആ വോട്ടർമാർക്ക് ഞങ്ങൾ ഹൃദയം നിറഞ്ഞ നന്ദി പ്രകാശിപ്പിക്കുകയാണ്. അപ്പൊ ഇന്നും ശരി അങ്ങനെ പോവാം. सुरेश गोपी जय जय सुरेश गोपी जय जय नरेंद्र मोदी जय जय नरेंद्र मोदी जय जय NDA जय जय NDA बोलो भारत माता की जय बोलो भारत माता की जय बोलो भारत माता की जय. തൃശ്ശൂർക്കാരുടെ മാത്രം വിജയമല്ല, കേരളത്തിന്റെ വിജയമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. ഒരു മാറ്റം ജനങ്ങള് ആഗ്രഹിച്ചു, അതിനുള്ള ഒരു റിസൾട്ടാണിത്. ഈ സ്ത്രീ വോട്ടുകൾ വലിയ രീതിയിൽ സുരേഷ് ഗോപിക്ക് പോൾ ചെയ്യപ്പെട്ടു എന്ന് കരുതുന്നുണ്ടോ? അതിനു വേണ്ടി തുനിഞ്ഞിറങ്ങുന്ന ചെയ്തിട്ടുള്ളതിനാണ് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്. കാരണം അദ്ദേഹം ഒരു പിതാവിൻ്റെ സ്ഥാനത്തുണ്ട്, ഒരു ബ്രദറിൻ്റെ സ്ഥാനത്തുണ്ട്, അനിയൻ്റെ സ്ഥാനത്തുണ്ട്. അദ്ദേഹത്തിന് ഏതൊക്കെ നിലയിലാണ് നമുക്ക് വിലയിരുത്തേണ്ടതെന്ന് പറയാൻ പറ്റില്ല. സ്ത്രീകളുടെ മനസ്സിലൊക്കെ അങ്ങനെ ഒരു ബഹുമാനമുള്ളൊരു രൂപത്തിലാൾക്ക് കയറി പറ്റാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തിരിച്ചാൽ അങ്ങോട്ട് ചെയ്യും. ജയിപ്പിക്കുന്ന തന്നെയായിരുന്നു ഞങ്ങളുടെ ഉള്ളിലുള്ള ഒരു നിശ്ചയദാർഢ്യവും വാശിയും. അവസാനം തൃശ്ശൂർ അങ്ങ് എടുത്തു. തൃശ്ശൂർ എടുക്കുകയല്ല, തൃശ്ശൂർ കൊടുത്തിരിക്കുകയാണ് സുരേഷ് ഗോപിക്ക് എന്നാണ് BJP പ്രവർത്തകർ പറയുന്നത്. എന്നാലും ആവേശത്തിനൊട്ടും അതാ പറഞ്ഞത്. ഞങ്ങള് എന്താ പറയുക, വിജയിക്കുന്നു പ്രതീക്ഷിച്ചിട്ടുണ്ട്. പക്ഷെ ഇത് വൻ വിജയമായിട്ടാണ് ഉണ്ടായത്. അപ്പൊ അതിന് ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുള്ളത്. BJP സംസ്ഥാനത്ത് അക്കൗണ്ട് തുറന്നിരിക്കുകയാണ്. BJP പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം വലിയ ആവേശം ഈ തൃശ്ശൂരിൽ കാണാനുണ്ട്. തൃശ്ശൂർ നഗരത്തിൽ BJP പ്രവർത്തകർ സംഘടിച്ച് പടക്കം പൊട്ടിച്ചും മധുരപലഹാരങ്ങൾ വിതരണം ചെയ്തും ഇത് വലിയ ആഘോഷമാക്കി മാറ്റുകയാണ്. BJPയുടെ സംസ്ഥാന സെക്രട്ടറി നാഗേഷ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഈ വിജയത്തെ എങ്ങനെയാണ് കാണുന്നത്? വളരെ നാളുകളുടെ കാത്തിരിപ്പ്, ഏറ്റവും ഒടുവിൽ ഒരു അക്കൗണ്ട് BJP തുറന്നു. അത് തൃശ്ശൂരിൽ നിന്നാണ്, സുരേഷ് ഗോപിയാണ്. BJP അക്കൗണ്ട് ബാങ്കിലാണ് തുറക്കും എന്ന് പ്രചരിപ്പിച്ച ആ ശക്തികൾക്കെതിരെയുള്ള മറുപടിയാണ് വളരെ വ്യക്തമായി കഴിഞ്ഞ 5 വർഷക്കാലം അതിശക്തമായ പ്രവർത്തനം നടത്തിയതിന്റെ വിജയമാണ് തൃശ്ശൂരിൽ ആവർത്തിച്ചിട്ടുള്ളത്. എന്തായാലും സുരേഷ് ഗോപിയെ കളിയാക്കിയ BJPയെ കളിയാക്കിയ ആളുകൾക്കുള്ള മറുപടിയാണ് കെ മുരളീധരൻ BJP അക്കൗണ്ട് ബാങ്കിലാണ് തുറക്കുക എന്ന് പറഞ്ഞ ആ മുരളീധരൻ എവിടെയാണ്
സംസ്ഥാനത്തേക്ക് പോയ മുരളീധരൻ കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് സർവേ പ്രഖ്യാപിച്ച എല്ലാ സ്ഥലങ്ങളിലും തിരുവനന്തപുരത്ത് ആറ്റിങ്ങലടക്കം ഭാരതീയ ജനതാ പാർട്ടി വിജയത്തോട് അടുക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ ഒന്നുമല്ലാത്ത സ്ഥിതിയിലേക്ക് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ചൂണ്ടുപലക എന്ന് പറഞ്ഞത് വ്യക്തമാക്കുന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് വിജയം. ബിജെപി വലിയ നഗരത്തിലെമ്പാടും മുഴുവൻ ആഘോഷത്തിലേക്ക് നീങ്ങാൻ പോവുകയാണ്. ബിജെപിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഒരു അക്കൗണ്ട് തുറന്നിരിക്കുന്നു. ബിജെപിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ കാത്തിരിപ്പിന് വിരാമമായിരിക്കുന്നു. बोलो भारत माता की बोलो भारत माता की बोलो भारत माता की ഇതാണ് യഥാർത്ഥ തൃശ്ശൂർ പൂരം എന്ന് നമ്മൾ വിചാരിക്കുന്നു. സ്ത്രീകളാണ്, അമ്മമാരാണ് ഏറ്റവും കൂടുതൽ സുരേഷ് ഗോപിയുടെ വിജയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചത്. ഇപ്പോൾ ഒഡീഷയും ആന്ധ്രയൊക്കെ NDAക്ക് പിടിച്ചടക്കാമെങ്കിൽ ഉറപ്പായിട്ടും കേരളത്തിലും താമര വിരിയും എന്നുള്ളതിന് സാക്ഷിയാണ്. നിങ്ങളെല്ലാവരും കളിയാക്കിയില്ലേ ചെമ്പ് ഗോപി എന്നൊക്കെ പറഞ്ഞിട്ട്? ഇപ്പം മനസ്സിലായ ഇത് ചെമ്പ് ഗോപിയല്ല, ഇത് ഡയമണ്ട് ഗോപിയാണ്. പറഞ്ഞ വാക്ക് പാലിക്കുന്ന, മോദിയുടെ ഗ്യാരണ്ടി നടപ്പിലാക്കുന്ന, നമ്മൾക്ക് ഏറ്റവും ആദരണീയനായ നമ്മുടെ SG ജയിച്ചിരിക്കുകയാണ്. ഇതാണ് അഭിമാനം, ഇത് മോദിക്കുള്ള ആദരവാണ്, ഇതാണ് കേരളത്തിൻ്റെ സമ്മാനം. ഇനി അങ്ങോട്ട് ഇതൊരു തുടർച്ചയാണ്. ഇവിടെ ഒരുപാട് അടിമ കമ്മികളും അടിമ പൊക്കികളും ഒക്കെ ഉണ്ട്. അതെല്ലാവരും പഠിക്കാൻ പോകുന്നേ ഉള്ളൂ. കാരണം നമ്മളൊക്കെ അതേപോലെയുള്ള കുടുംബങ്ങളിൽ വന്നതാണ്. ഇനിയൊരു മാറ്റം കേരളത്തിൽ ഉണ്ടായില്ലെങ്കിൽ നമ്മുടെയൊക്കെ മരണം ഉറപ്പാണ്, അടിവേരിളകി. അപ്പോൾ കേരളത്തിൽ ഇതുപോലുള്ള മാറ്റങ്ങൾ വരണമെങ്കിൽ ഇതുപോലുള്ള ആളുകൾ ജയിച്ച് കയറേണ്ട ആവശ്യമാണ്. SG ജയിച്ചത് ഇതൊരു സൂചനയാണ്. അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരനെ നമ്മൾ കാത്തിരിക്കുകയാണ്, അദ്ദേഹത്തിൻ്റെ ഫലം അറിയാൻ കൂടി. ഉറപ്പായിട്ടും ഇതൊരു അത്യുന്നതമായ പ്രയത്നത്തിൻ്റെ, കഠിനാധ്വാനത്തിൻ്റെ, പ്രാർത്ഥനയുടെ ഫലമാണ്. തൃശ്ശൂരിൻ്റെ ഈ മണ്ണിൽ നിന്നും സുരേഷ് ഗോപി സാറിന് ജയിക്കാൻ കഴിഞ്ഞത് വലിയ ഭാഗ്യം, ഞങ്ങൾക്കൊക്കെ വലിയ സന്തോഷം. ഈ തൃശ്ശൂർ ഞാനിങ്ങെടുക്കുവാന്ന് പറഞ്ഞത് പുള്ളി സാധിച്ചു. തൃശ്ശൂരിലെ ആൾക്കാർ സുരേഷ് ഗോപി സാറിനെ അങ്ങ് എടുത്തു, സുരേഷ് ഗോപി സാർ തൃശ്ശൂർ ഇങ്ങെടുത്തു. വളരെ സന്തോഷകരമായ വിജയം. അത് ആഘോഷിക്കാൻ തിരുവനന്തപുരത്തു നിന്ന് വന്നതാണ്. വളരെ സന്തോഷം. അപ്പം ഇതുപോലെ പലയിടത്തും ഞങ്ങൾക്ക് രാജീവ് ചന്ദ്രശേഖർജിയുടെ ആഘോഷത്തിന് കൂടെ കൂടണം അവിടെ ചെന്നിട്ട്. അപ്പം ഇതുപോലുള്ള ഇനിയും വലിയൊരു മാറ്റം കേരളത്തിനുണ്ടാകണം. ഇതൊരു തുടക്കം മാത്രമാണ്. ഇനിയും പല ആൾക്കാരും പലരും മോദിയുടെ ഗ്യാരണ്ടി, മോദിയുടെ വിജയമാണ്, മോദിയുടെ ഗ്യാരണ്ടി ഇവിടെ നടപ്പാക്കണം പലയിടത്തും. ഇപ്പോഴിങ്ങനെ ഒരു 2 പേർക്ക് താമര വിരിയാൻ കഴിഞ്ഞല്ലോ, അത് തന്നെ വലിയ സന്തോഷം. നന്ദി, നമസ്കാരം. സുരേഷ് ഗോപിയുടെയും പിന്നെ ആ പരമകാരുണികനായ ശ്രീരാമ ഭഗവാന്റെ അനുഗ്രഹവും ഈ വിജയത്തിന്റെ കൂടെ ഉണ്ടെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ പേര് ഷാലു എന്നാണ്. ഞാൻ തൃശ്ശൂർക്കാരനല്ല, കോട്ടയം തൃക്കൊടിത്താനം ജില്ലക്കാരനാണ്. ഒരു മാസം മുമ്പ് സുരേഷ് ഗോപി സാറിന് വേണ്ടി ഞാൻ ഒരു ആർട്ടിസ്റ്റാണ്. ഒരു ആറന്മുള പള്ളിയോടെ നിർമ്മിച്ച് സൈക്കിളിൽ അത് അയോധ്യയിൽ വരെ ഞാൻ എത്തി അയോധ്യയിൽ സമർപ്പിക്കുകയുണ്ടായി. ഒരു ദിവസം 80-100 കിലോമീറ്ററോളം യാത്ര ചെയ്ത് 30 ദിവസം കൊണ്ടാണ് ഞാനത് അവിടെ എത്തിച്ച് അവിടെ സമർപ്പിച്ചത്. ഓരോ ദിവസവും താമസിക്കുന്നത് പെട്രോൾ പമ്പിൽ നിലത്ത് കിടന്നുറങ്ങി. അത്രയും കഷ്ടപ്പെട്ട് യാത്ര ചെയ്ത് അവിടെ എത്തി അദ്ദേഹത്തിന് വേണ്ടി ഈ വള്ളം അവിടെ സമർപ്പിച്ചു. അന്ന് കൊണ്ടുപോയ ആ ഫ്ലെക്സ് ബോർഡാണ് എൻ്റെ കയ്യിൽ ഇരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വിജയം ഭഗവാൻ ശ്രീരാമൻ്റെ കാരുണ്യവും അതിൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളത് ഒരിക്കലും വിസ്മരിക്കാനാവാത്തൊരു കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ വിജയം ആഘോഷിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് രാവിലെ 4 മണിക്ക് വീട്ടിൽ നിന്ന് പത്തനംതിട്ടയിൽ നിന്ന് ഇവിടെ എത്തി നിൽക്കുന്നത്. അദ്ദേഹം ഇവിടെ വന്ന് അദ്ദേഹത്തിനെ കാണണം എന്നുള്ള ആഗ്രഹം കൂടി എനിക്കുണ്ട്. സുരേഷേട്ടൻ ഈ വർഷം ജയിക്കുന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ട് ഈ ജേഴ്സി അന്ന് കഴിഞ്ഞ തോറ്റപ്പെട്ട ഇത് സൂക്ഷിച്ച് നിധി പോലെ സൂക്ഷിച്ച് വച്ചിരിക്കുക. ഇന്ന് തണിഞ്ഞ് ആഹ്ലാദ പ്രകടനത്തിന് വേണ്ടിയിട്ട് ഇനിയും താമര വിരിഞ്ഞുകൊണ്ടേയിരിക്കും. ഇത് സുരേഷേട്ടൻ്റെ ഒരു ആയിട്ട് തുടക്കം വെച്ചത്. ഇനി എല്ലാ കേരളം മുഴുവൻ ഞങ്ങൾ താമര വിരിയിക്കാനായിട്ട് ഞങ്ങളെടുക്കും.